പ്രധാനമന്ത്രിയും ഇവിടെ വന്നപ്പോൾ അവകാശപ്പെട്ട കാര്യമാണ്. 10 കൊല്ലം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ 10 വർഷ കാലയളവിനുള്ളിൽ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് എന്ത് ശാക്തീകരണമാണ് ഉണ്ടായത് എന്നുകൂടി പറയണ്ടേ? സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത താങ്ങുവില, സംഭരണത്തിൻ്റെ ഗ്യാരണ്ടി, കർഷക ആത്മഹത്യ, വായ്പ എഴുതിത്തള്ളൽ, ഇവയെക്കുറിച്ചെല്ലാം പൂർണ്ണ മൗനം പാലിച്ച് എങ്ങനെയാണ് കർഷകരെ ശാക്തീകരിക്കുക? 2014 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കടാശ്വാസം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. 1 രൂപ പോലും മോദി സർക്കാർ ഇന്ന് വരെ 10 വർഷമായി കടാശ്വാസം നൽകിയോ? കൃഷിക്കുള്ള വിഹിതം നിരന്തരമായി വെട്ടിക്കുറക്കുകയാണ്. കർഷകർക്കുള്ള എല്ലാ പ്രധാന പദ്ധതികളുടെയും ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചു. സംഭരണം, വിള ഇൻഷുറൻസ്, ഭക്ഷ്യ വളം സബ്സിഡികൾ, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്കുള്ള വിഹിതവും വെട്ടിക്കുറച്ചു. ഇത് എങ്ങനെയാണ് ശാക്തീകരണമാവുക? 2019 വീണ്ടും പറഞ്ഞു, 2022 ഓരോ ഇന്ത്യക്കാരനും ഒരു വീട്. ഇതായിരുന്നു BJP നൽകിയ വാഗ്ദാനം. എന്തായി അതിൻ്റെ ഗതി? അത് പറയണ്ടേ? ഞങ്ങൾ എത്രത്തോളം ചെയ്തു എന്ന് ഈ ഘട്ടത്തിൽ പറയണ്ടേ? 2024 മാനിഫെസ്റ്റോയിൽ ഇതേക്കുറിച്ച് പരിപൂർണ മൗനമാണ്. ഇപ്പം നമ്മൾ കേരളം എന്ന ഈ ചെറിയ സംസ്ഥാനത്തിൻ്റെ അനുഭവം ഇതോടൊപ്പം ചേർത്ത് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രാവാക്യമായി എടുത്തത് ഭവനരഹിതരില്ലാത്ത കേരളം എന്നതാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തോട് അടുക്കുകയാണ് നമ്മൾ. ഇപ്പോൾ 4 ലക്ഷം വീടുകൾ എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇതുവരെ കേരളത്തിൽ പൂർത്തീകരിച്ചത് 4,03,558 വീടുകളാണ്. 1,52,000 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗുണഭോക്താക്കളുടെ ആകെ എണ്ണം 5,03,610. ഇതിൽ എന്താണ് കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തം? പൂർത്തീകരിച്ച 4 ലക്ഷം വീടുകളിൽ PMAY ഗ്രാമീൺ പദ്ധതി വഴി 33,512 വീടുകൾക്ക്, അതായത് കേന്ദ്ര വിഹിതമായിട്ട് വരിക 72,000 രൂപ വീതമാണ്. ഈ PMAY ഗ്രാമീൺ പദ്ധതിയിൽ കേന്ദ്ര വിഹിതം 72,000 രൂപ. അപ്പോൾ അങ്ങനെയുള്ള 33,517 വീട്. PMAY അർബൻ ആ പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് 83,261 വീട്. അതിന് 1,50,000 രൂപ വീതം